ശ്രീ വി വസീഫ്, ഇപ്പൊ പൊതുസമൂഹത്തിന് മുമ്പിൽ അനാവൃതമായിരിക്കുന്നത് സീറ്റ് കിട്ടാത്തതിന്റെ പ്രശ്നമോ സീറ്റ് കൊടുത്തതിന്റെ പ്രശ്നമോ മാത്രമല്ല. വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാൻ വേണ്ടി പുറത്തുപോയ ആളല്ല, മറിച്ച് നിങ്ങൾ കണക്ക് വയ്ക്കൂ, 3 ഇൻസ്റ്റൻസസിലായി പിരിച്ച പണത്തിന്റെ കണക്ക് വയ്ക്കൂ എന്ന് പറഞ്ഞ് അത് ഉന്നയിച്ച് പുറത്തുപോയ ആളാണ്. ഇന്ന് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നുവെന്ന് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ഈ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന, ഇന്ന് വരെ ഉണ്ടായിരുന്ന ടി.കെ. ഗോവിന്ദൻ പറയാണ്. അപ്പോ കുഞ്ഞികൃഷ്ണൻ ശരിയായിരുന്നു എന്ന് ഗോവിന്ദൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതൊരു മത്സരവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ കണക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MLA എന്ന നിലയിൽ നടത്തുന്ന പരിപാടിയാണെന്ന് ഓർക്കണം. അതേക്കുറിച്ച് അതിന്റെ കണക്ക് സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇന്നൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. അഴിമതി എന്ന വാക്ക് പറയാതെ പറയുന്നു, അല്ലെങ്കിൽ അതിൽ ഊന്നുന്നു. അതുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊന്നും അതൊക്കെ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു പോവുകയും അത് ഉന്നയിക്കുന്ന ആളുകളെ വർഗവഞ്ചകർ എന്ന് വിളിക്കുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ലല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണെന്ന് CPM കാണുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ അഭിലാഷേ, CPM ഒന്ന് പുറത്തു പോകാൻ തയ്യാറായി മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങി നിന്ന് എന്തും വിളിച്ചു പറഞ്ഞൂടെ? അതിനൊക്കെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു സ്വീകാര്യതയുണ്ട് എന്നറിയാത്തവരാണ് ഇവരൊക്കെ. എന്തും വിളിച്ചു പറയാം. ശരി. ഇപ്പോ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, ജി സുധാകരൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു പുണ്യാളൻ, ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ്, അവസാന കമ്മ്യൂണിസ്റ്റ്, അങ്ങനെയൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്? PK ശശിയും ഇപ്പോ വലിയ കമ്മ്യൂണിസ്റ്റാ. എങ്ങനെയുണ്ട്? PK ശശിയെ ഒക്കെ ഇപ്പോ വലിയ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് UDF-കാർ കൊണ്ടു നടക്കുക. അതിനൊന്നും ഇല്ലേ? ഈ സുധാകരൻ എത്ര കാലമായി ഓരോന്ന് വിളിച്ചു പറയുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഇങ്ങനെ പോട്ടെ, ഇതൊക്കെ ഓരോ അസ്വസ്ഥതയുടെ ഭാഗമാണല്ലോ, അങ്ങനെ മാറി മാറി നിൽക്കും. പിന്നെയും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ വരുമ്പോൾ നമ്മളൊന്ന് പ്രതികരിക്കണ്ടേ? ആ പ്രതികരിക്കുന്ന സമയത്ത് അതിനെ ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ പറയരുത്. ഇപ്പോൾ ഈ ഗോവിന്ദൻ, ഇവിടെ ടി.കെ. ഗോവിന്ദൻ പറയുന്നത് എന്ത് അടിസ്ഥാനം അദ്ദേഹം പറയുന്നതിനൊക്കെ ഉള്ളത്? ഈ പ്രോസസ്സിൽ എത്ര മുമ്പ് പങ്കെടുത്ത ആളാ ഇദ്ദേഹം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ? ഇന്നലെ ഗോവിന്ദ മാസ്റ്റർ എവിടുന്നോ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ, അല്ലെങ്കിൽ മറ്റെവിടുന്നോ എടുത്ത് അങ്ങ് പ്രഖ്യാപിച്ചതല്ലല്ലോ. ഇതൊരു പ്രോസസ്സിലൂടെ കടന്നു വന്നതല്ലേ? നിരവധി ഘട്ടങ്ങളിലൂടെ അല്ലേ ഇത് വന്നത്? ആ ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ പങ്കെടുത്ത ആളല്ലേ ഇദ്ദേഹം? ആ സമയത്തൊന്നുമില്ലാതെ അതിന്റെ തുടർച്ചയായി പറയാതെ ഇതെല്ലാം പ്രഖ്യാപിച്ച് റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം വന്ന് പത്രസമ്മേളനം വിളിച്ച് പറയുമ്പോൾ ഇത് എന്തോ ഒരു പ്രശ്നത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രം, അല്ലെങ്കിൽ ഇതിനകത്തെ എന്തോ പ്രശ്നമാണ് എന്ന് കരുതാൻ പറ്റുമോ? അല്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അല്ല, ഇത് പൂർണ്ണമായും മോഹഭംഗമാണ്. അല്ല, മോഹഭംഗം അല്പത്തരത്തിന്റെ പറയുന്ന ഒരു കാര്യം ഈ പ്രായത്തിലും പറയേണ്ട ഫോറങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അത് ഒരാളല്ല, പലരും പറയുന്നതാണ്. പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകങ്ങളിൽ എന്റെ ഘടകത്തിൽ ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. അല്ല അഭിലാഷേ, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇതുപോലെ ഒരുപാട് തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ ആളായിരിക്കുമല്ലോ. പല ഘടകങ്ങളിലും ഈ പഞ്ചായത്ത് മെമ്പർമാരെയും അതുപോലെ മുനിസിപ്പൽ ചെയർമാൻമാരെയും ഒക്കെ തീരുമാനിച്ച് അതിന്റെ അവസാന വാക്ക് പറഞ്ഞൊക്കെ ആളായിരിക്കുമല്ലോ ഈ ടി.കെ. ഗോവിന്ദനൊക്കെ. അദ്ദേഹത്തിന് അറിയാത്തതാ ഇത്? അദ്ദേഹം ആവുന്ന പണി ഇത് ആവാൻ പറ്റുമോ നോക്കി, പിന്നെ ഒരു മാർഗവും ഇല്ല, ഒരാളും കൂടെ ഇല്ല. അവസാനം ഇങ്ങനെ, കാരണം ഏതായാലും ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞു പോവല്ലേ. അതുപോലെ തന്നെയാണ് ഈ പയ്യന്നൂരിലെ കക്ഷി. അദ്ദേഹത്തിന്റെ ഒക്കെ നിലവാരം എന്താ? അദ്ദേഹവും ഒക്കെ പങ്കെടുത്ത് പല തവണ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട് അദ്ദേഹം അതിന്റെ ശേഷവും പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് ഒക്കെ പോയി പിന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വന്ന് ഇങ്ങനെ ഓരോന്ന് ഉന്നയിച്ച് ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി കളയാം എന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിലൊന്നും ആരുമില്ല എന്ന് കരുതാൻ പറ്റുമോ? കരുതാൻ പറ്റില്ല. ഇവരുടെ പിന്നിലൊക്കെ അന്വേഷിച്ചു പോയാൽ വലിയ ഗൂഢാലോചനയുണ്ട്. അവരുടെ പിന്നിൽ ഈ പറയുന്ന UDF-ഓ BJP-യോ പലരുമുണ്ട്. CPM-നെ തകർക്കാൻ ബോധപൂർവമായി ഇവരെയൊക്കെ ഇങ്ങനെ എല്ലിൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് അങ്ങനെ വലിച്ചു കൊണ്ടുപോവുക എന്ന് തന്നെ പറയേണ്ടി വരും. ശശി, അൻവർ, ശശി, അതല്ല ഉദ്ദേശം. ഞാൻ മാറി. അൻവർ
സുധാകരൻ അതാ പറഞ്ഞത്, ആ സ്ഥാനാർത്ഥിത്വം മാത്രമായിരിക്കില്ല ഇവരുടെ ഒന്നും താല്പര്യം. ഇവരുടെയൊക്കെ താല്പര്യം വേറെ പലതും ഉണ്ടാകും. നിങ്ങളെടുത്ത് പരിശോധിച്ചോ. ഈ പറയുന്ന പി കെ ശശിയും അൻവറും ഈ പറയുന്ന ടി കെ ഗോവിന്ദനും ഈ പയ്യന്നൂരിലെ കക്ഷിയും സുധാകരനും ഒക്കെ ഇപ്പോ ഒരു ടീമാ. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾ കാണേണ്ടത്, ഇതിനെയൊക്കെ പോസിറ്റീവായി കാണണ്ടേ. ഇവരൊക്കെ പറയുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങളെ ഇപ്പൊ ഇവർ ഒരു താല്പര്യം കാണിച്ച് അവരെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുക. ടി കെ ഗോവിന്ദനെ ഇയാൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ എനിക്ക് സ്ഥാനാർത്ഥിയാവണമെന്ന് ടി കെ ഗോവിന്ദൻ പറയാ. അതിനനുസരിച്ച് ടി കെ ഗോവിന്ദനെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ ഈ പാർട്ടി എന്തിനു പറ്റും? എന്തിനെങ്കിലും പറ്റുമോ? ടീച്ചറെ കുറിച്ച് എന്തടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറയുന്നത്? ഈ പറയുന്ന തളിപ്പറമ്പിൽ 2000-ൽ തളിപ്പറമ്പിലെ മുനിസിപ്പൽ ചെയർമാനായിരുന്നവരായി ഇവര് 25 വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ഈ ശ്യാമള ടീച്ചർ. അവർക്ക് എന്ത് അയോഗ്യത എന്നാണ് ഇദ്ദേഹം പറയുന്നത്? ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാര്യമാരായി പോയി എന്ന് കരുതി ഈ പറയുന്നവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെ റദ്ദ് ചെയ്യാൻ പറ്റുമോ? 982-ൽ മട്ടന്നൂരിലെ ക്യാമ്പസ്, മട്ടന്നൂർ കോളേജിലെ യൂണിയൻ വൈസ് ചെയർമാനാ ശ്യാമള ടീച്ചർ. SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി 1983-ൽ. അങ്ങനെയുള്ള ശ്യാമള ടീച്ചറെ ഈ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നതിന് എന്ത് ന്യായമാ ഉള്ളത്? അതിനൊറ്റ ന്യായമേ ഉള്ളൂ. ശ്യാമള ടീച്ചറല്ല, ഞാനായിരുന്നു കേമൻ എന്നങ്ങ് സ്വയം തോന്നി, അത്ര തന്നെ. അങ്ങനെ തോന്നുന്നവർക്കൊന്നും ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ല. അവർക്കൊക്കെ പോകാം. ഈ പാർട്ടിയെ സ്നേഹിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ അവരുടെ ജീവിതം കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാ ഇത്. ഒന്നോ രണ്ടോ ഇതുപോലെയുള്ളവന്മാർക്ക് എല്ലാ പ്രായത്തിലും അധികാര കസേരയിൽ ഇരിക്കണം എന്നുള്ള ഈ വല്ലാത്ത കൊതിമൂത്ത ചിന്തക്ക് മുന്നിൽ അടിയറ വെക്കാൻ പാടില്ല. അത് ശരിയുമല്ല. പിന്നെ ഇവിടെ UDFന്റെ നേതാക്കന്മാരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥി പ്രശ്നം കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ ഈ LDFനെ കൈവിടില്ല. ഇച്ഛാശക്തിയോടുകൂടി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നവരാ ഇടതുപക്ഷം. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഭരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നാണ് ഈ നാടിനെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോയത്. കല്ലിട്ട് പോകുന്നവരെ എന്തിന്? വയനാട്ടിൽ പോലും ഇട്ട കല്ല് പോലും സംരക്ഷിക്കാൻ കഴിയാതെ ദുരന്തബാധിതരെ കാണിച്ച് പണം പിരിച്ചു മുക്കി ഈ ജനങ്ങളെ വഞ്ചിച്ച കോൺഗ്രസിനെ എങ്ങനെയാണ് വസന്ത് പറയുന്നു കരുതണ്ട. നിങ്ങളുടെ ഉമ്മൻചാണ്ടി മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ പിരിച്ച ആപ്പയുടെ വയനാടിന് വേണ്ടി പിരിച്ച ഈ നാട്ടിലെ പാവപ്പെട്ട ദുരന്തബാധിതരെ, ആ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയവരെ കാണിച്ച് പണം പിരിച്ചു മുക്കിയ ഈ UDFനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അക്ഷരം പറയാൻ പറ്റുമോ? ബാധിതരെ കാണിച്ച് വയനാടിന്റെ കാര്യവും ദുരന്തബാധയുടെ കാര്യം എല്ലാം ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യം ഒന്ന് തീർക്കട്ടെ. ശരി, ഓക്കെ. വസീഫിന്റെ സമയം കഴിഞ്ഞു. വസന്ത, എനിക്ക് ചോദ്യം കയ്യിൽ വെച്ചാൽ മതി. ശരി, നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. മറച്ചു വെക്കുന്ന നുണകൾ പറഞ്ഞു നടക്കുന്ന VD സതീശനെയൊക്കെ ഈ നാട് വിലയിരുത്തും. ശരി, അല്ലാവട്ടെ. നമുക്ക് ഇതൊക്കെ റെട്ടറിക്കലായിട്ട് നിങ്ങൾ രണ്ടു കൂട്ടരും പറഞ്ഞു പോകുന്നതാണ്. അതൊക്കെ ആവട്ടെ. ഇതിപ്പോ ഇതൊരു ചർച്ചയല്ലേ. വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു വസീഫ, ഞാൻ വരാം, മടങ്ങിയെത്താം താങ്കളിലേക്ക്. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ അത്തരം വിഷയങ്ങൾ അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം. ശരി, പണം പിരിച്ചു മുക്കിയ ശ്രീ വസന്ത് കുറിച്ച് ചോദിക്കണ്ടേ? ശരി, ചോദിച്ചും അതൊക്കെ പറഞ്ഞു. ശരി, അത് കഴിഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ നേതാക്കന്മാർ അനാവശ്യമായ വാഗ്വാദമാണ്. ധാരാളം ചോദ്യങ്ങൾ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണ്, തെരഞ്ഞെടുപ്പ് സമയമാണ്.
ജനങ്ങളെ വിലയിരുത്തുകയും ചെയ്യും. ഞാൻ പറയും, ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തും കേട്ടോ. ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ട നിരവധിയായ വിഷയങ്ങളുണ്ട്. വെറുതെ 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 വെറും വാഗ്വാദത്തിലേക്കും വെല്ലുവിളിയിലേക്കും പോകരുത്. രണ്ടുപേരുടെ മൈക്ക് ഞാൻ കണ്ടില്ല. കേവല വാഗ്വാദത്തിലേക്ക് പോകണ്ട, കേവല വാഗ്വാദത്തിലേക്ക് പോകണ്ട. വിഷയങ്ങളുണ്ടല്ലോ ധാരാളം. നമുക്ക് ഓരോ വിഷയങ്ങളായി എടുത്ത് സംസാരിച്ചു പോവാം. ഇങ്ങനെ സംസാരിച്ചാൽ ആരും ഒന്നും കേൾക്കില്ല. സോളാർ കേസ് ഉണ്ടായത് അങ്ങനെ ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. കേരളത്തിലെ ചീഞ്ഞു നാറിയ കോൺഗ്രസിന്റെ സംസ്കാരമുണ്ട്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആരാ അനാശാസ്യം നടക്കുന്നത്? നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് നിങ്ങളുടെ നേതാവ് കെ മുരളീധരൻ പറഞ്ഞിരുന്നത്. ഈ വി ഡി സതീശൻ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ വി ഡി സതീശൻ ഇവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ കുറിച്ചും അവിടെ നടന്ന അനാശാസ്യത്തെ കുറിച്ചും പറഞ്ഞത് മറന്നുപോയോ? നിങ്ങൾ ആ ഭരണകാലത്തെ കുറിച്ച് പറഞ്ഞത് മറന്നുപോയോ? അല്ല, ഇത് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇങ്ങനെയുള്ള വാഗ്വാദത്തിലേക്ക് പോവേണ്ടതില്ല. വിഷയങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്, അതിനൊക്കെ ഉത്തരങ്ങൾ ആവശ്യമുണ്ട്. എൽദോസ് കുന്നപ്പള്ളി ഉണ്ടാകും. ആ എൽദോസിനെയും വിൻസെന്റിനെയും ഒക്കെ നിങ്ങൾ മറന്നുപോയോ? നിങ്ങളാ കേട്ടോ. അതൊക്കെ എന്താന്ന് നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അത് പറ. നിങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം എന്താണ് ആന്തൂരിൽ നടന്നത്. ശരി 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 ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതൊരു തെരഞ്ഞെടുപ്പ് രംഗമാണ്. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. ആളുകൾ ഇതൊക്കെ കാണുന്നു.